അപ്പോൾ ഈ രീതിയിൽ ആ ടീം മെമ്പേഴ്സിനിടയിൽ പല രീതിയിലുള്ള വിയോജിപ്പുകളും തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റോമിംഗ് സ്റ്റേജ്. ടീം ഡെവലപ്മെൻറ്റിലെ രണ്ടാമത്തെ സ്റ്റേജാണ് സ്റ്റോമിംഗ് സ്റ്റേജ്. ടീം മെമ്പേഴ്സിനിടയിൽ വിയോജിപ്പുകളും തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു സ്റ്റേജാണിത്. ഒരു സെയിൽസ് ടീമിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ആശയങ്ങൾ ഉണ്ടാവും. ടീമിനുള്ളിൽ ചിലർ മേധാവിത്വം എടുക്കാൻ നോക്കും. ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അവരവരുടെ സ്റ്റൈലിലാവും. സെയിൽസ് ടീമിൻ്റെ കേസിൽ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് കണ്ടെത്തുന്നത്, പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ നടത്തുന്ന സ്റ്റേജ്, അതല്ലെങ്കിൽ സെയിൽസ് ക്ലോസ് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ രീതികൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ടീം ലീഡേഴ്സിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ വേണ്ടത്ര അവർ മാനിക്കാതിരിക്കുന്ന സ്റ്റേജ് വരാം. മാത്രവുമല്ല ഗോളിൽ ഒരു പക്ഷേ വേണ്ടത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ ആ ടീം മെമ്പേഴ്സിനിടയിൽ പല രീതിയിലുള്ള വിയോജിപ്പുകളും തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റോമിംഗ് സ്റ്റേജ്. ഈ സിറ്റുവേഷനിൽ ടീം ലീഡേഴ്സും മാനേജേഴ്സും ഒക്കെ ചെയ്യേണ്ടത് ടീമിൻ്റെ റെഗുലർ മീറ്റിംഗ്സുകൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡെയിലി മീറ്റിംഗ്സ് ആകാം, വീക്ക്ലി മീറ്റിംഗ്സ് ആവാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുക എന്നുള്ളതാണ്. മീറ്റിംഗ്സിൽ സംസാരിക്കാൻ എല്ലാവർക്കും അവസരം കൊടുക്കുക. സെയിൽസ് ടാർഗറ്റ് ഒന്നും കൂടി ക്ലാരിറ്റി കൊടുക്കുക. ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ അവർക്ക് നന്നായി ഓറിയൻറ്റ് ചെയ്ത് കൊടുക്കുക. ടീം സുഗമമായി മുന്നോട്ട് പോകുന്നതിനുള്ള പോളിസീസ് ഒക്കെ കൊണ്ടുവരേണ്ട ഒരു സ്റ്റേജും കൂടിയാണിത്. ഈ രീതിയിലാണ് ടീം ലീഡേഴ്സും മാനേജേഴ്സും ഒക്കെ ഈ ഒരു സ്റ്റോമിംഗ് സ്റ്റേജിനെ കൈകാര്യം ചെയ്യേണ്ടത്.